ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു സാരിയിൽ ഹാൻഡ് എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാൻ സാരി എടുത്തിട്ടുണ്ട്. സാരി നല്ല ലൈറ്റ് കളറാണ്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാരിയുടെ മുകളിൽ ഭാഗം, നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ ഇടുപ്പിൽ ചൊരുകുന്ന ഭാഗം, അതിൻ്റെ നേരെ താഴേക്ക് വരണം. ഞാൻ ഇതിൻ്റെ ബോർഡറിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. താഴെ നിന്നും ഒരു 25 ഇഞ്ച് വരെ നമുക്ക് അവിടെ ഏതൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കാണത്തില്ലല്ലോ. അപ്പോൾ 25 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ പിൻട്രസ്റ്റിൽ നിന്നും ഒരു കുഞ്ഞു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് പേപ്പർ കോപ്പി യൂസ് ചെയ്തിട്ടാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. പേപ്പർ കോപ്പി യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർ അതൊന്നെടുത്ത് കാണുക. അപ്പോൾ 25 ഇഞ്ച് നമ്മൾ അളന്നതിന് ശേഷം അവിടെയാണ് നമ്മൾ പിക്ചർ വരയ്ക്കാൻ പോകുന്നത്, ആദ്യത്തെ പിക്ചർ. അതിനായിട്ട് ഞാനൊരു കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ കാർബൺ പേപ്പർ നിങ്ങൾ യെല്ലോ കളർ കാർബൺ പേപ്പർ തന്നെയാണ് എടുക്കേണ്ടത്. യെല്ലോ കളർ ഡ്രസ്സാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് എടുക്കാം, റെഡ് എടുക്കാം. പക്ഷേ ബ്ലൂ കളറോ ബ്ലാക്ക് കളറോ ഒന്നും എടുക്കാൻ പാടില്ല. അതുപോലെ താഴെ നിന്നും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം മുകളിലോട്ട് ആ പിക്ചർ ഒന്ന് വരച്ചു കൊടുക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ കറക്റ്റായിട്ട് വച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്കൊന്ന് അളന്ന് നോക്കാം. അതാ 2 ഇഞ്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് തന്നെ ആ പിക്ചർ ഒന്ന് വരച്ചെടുക്കാം. ഇനി നിങ്ങൾ ഇതിൻ്റെ പുറത്തുകൂടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഫുള്ളും വരച്ചതിന് ശേഷം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ പ്രിൻ്റ് ഫുള്ളും ആ സാരിയിലൊന്ന് കിട്ടിയിട്ടുണ്ടാകും. ആ പ്രിൻ്റ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്, കണ്ടോ. അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ച ആ ഡിസൈൻ്റെ അടുത്ത് നമുക്ക് 10 ഇഞ്ച് ഗ്യാപ്പിൽ നെക്സ്റ്റ് ഡിസൈൻ വരച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഞാൻ ഈ 3 കളർ നൂല് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ ഞാൻ ഫ്രെയിം എടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച പിക്ചറാണെങ്കിൽ നല്ല കുഞ്ഞ് പിക്ചറാണ്, അതുകൊണ്ട് ഞാൻ കുഞ്ഞ് ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. എന്നു വെച്ചാൽ ഓരോ പിക്ചർ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഇളക്കി മാറ്റി തന്നെ അടുത്ത പിക്ചർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഈ ഫ്രെയിം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ക്ലോത്ത് എന്തെങ്കിലും ചുറ്റിയിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോത്ത് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രെയിം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കാം. ആ പിക്ചർ അകത്ത് വരുന്ന രീതിക്ക് ഞാൻ ഫ്രെയിം ഒന്ന് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഫ്ലവർ സ്റ്റിച്ച് ചെയ്താനായിട്ട് ഈ മജന്ത കളർ 3 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിട്ടുള്ളത്. ഈ പിക്ചറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഡിസൈനിൽ 6 ഫ്ലവർ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ 6 ഫ്ലവേഴ്സിൻ്റെയും ആ സൈഡ് അത്രയും നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങളുടെ പ്ലെയിൻ സാരിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കണ്ട് പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഓൺലൈനിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം നമുക്കെടുക്കും, കുറച്ച് ക്ഷമയോടുകൂടെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചാൽ നമ്മുടെ ഡ്രസ്സുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൽ നമുക്കിതുപോലെ ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് കുരുക്ക് വീഴും. അതായത് നമ്മുടെ നൂല് കുറച്ച് നീളത്തിലെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ കുരുക്ക് വീഴും. അത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളിങ്ങനെ പിടിച്ച് വലിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ആ കുരുക്കിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോളായിട്ട് കാണും. അതിൻ്റെ അകത്തുകൂടി ഈ നൂലിന് സൂചി ഒന്ന് അകത്തുകൂടി ഇട്ടതിന് ശേഷം ഇതിൽ 2 സൈഡ് ഉണ്ടാവില്ല, ഒരു സൈഡ് ഒന്ന് വലിച്ചു കൊടുക്കാം. അത് വന്നില്ലെങ്കിൽ നെക്സ്റ്റ് സൈഡ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം തന്നെ നിങ്ങൾക്ക് ആ കുരുക്കൊന്ന് റിമൂവായി കിട്ടും. ഇതുപോലത്തെ കുരുക്കുകളാണ് കൂടുതലും വീഴുന്നത്. നിങ്ങളൊന്ന് ക്ഷമയോടുകൂടെ അതൊന്ന് റിമൂവാക്കിയാൽ അത് ഉറപ്പായിട്ട് അത് ഇളകി വരുന്നതായിരിക്കും. ഇല്ല, പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത് പിന്നെ വേറെ അതിൻ്റെ അടുത്ത് തന്നെ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലോർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇവിടെ പോയാൽ മതി, നമുക്ക് നെക്സ്റ്റ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫ്ലവർ നമുക്കങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതുവഴിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ ആകുമ്പോൾ അത് കഴിയും. അതിന് ശേഷം നമുക്കിവിടെ തന്നെ നെക്സ്റ്റ് ഫ്ലോറിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇതുപോലെ നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ അങ്ങ് വലിയ കഷ്ടമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ചിലവുമല്ല. ഇത് നിങ്ങൾക്ക് ഈ ത്രെഡൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടും. നിങ്ങൾക്കിത് വാങ്ങി പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 150 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിങ്സൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കി തന്നെ പഠിക്കാവുന്നതാണ്. ഇല്ല എനിക്ക് കോച്ചിങ് വേണം എന്നുള്ളവർ ഞാൻ ഓൺലൈനിൽ അതായത് വാട്സപ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അതിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ക്ലോത്ത് വാങ്ങാം, പക്ഷേ അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഡ്രസ്സുകളൊക്കെ ഇടുന്നതല്ലേ. അപ്പോൾ ആ ഡിസൈനൊക്കെ നല്ല ക്യാഷാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പഴയ ഡ്രസ്സുണ്ട്, ബ്ലൗസുകളിലും ഇതുപോലത്തെ പ്ലെയിൻ സാരികളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ നിങ്ങൾക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനും ഒരു വർക്കിംഗ് വിമനാണ് കേട്ടോ. ഞാൻ ഈവനിങ് വന്നിട്ട് എനിക്ക് വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ ഇതുപോലത്തെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തിടും. അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും. അപ്പോൾ അവരിതുപോലെ തരും. അവർക്കും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ സ്റ്റെമ്മും ലീഫും ഈ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് നൂലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ സ്റ്റെമ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് കുഞ്ഞ് ലീഫ് വരുന്നുണ്ട്. അത് ലേസി ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ആ ലീഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സുകളിൽ നമ്മൾ തന്നെ ഇതുപോലത്തെ കുഞ്ഞു ഡിസൈനൊക്കെ കൊടുത്ത് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു ഹാപ്പിയാണ് കേട്ടോ. ഈ ഹാൻഡ് എംബ്രോയ്ഡറി നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സിലും ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിതിൽ ആ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലൊരു ലീഫുണ്ട്. അതങ്ങനെ വെച്ചതിന് ശേഷം അവിടെ തന്നെ ഒരു ലേസി ഡേയ്സി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ 2 കുഞ്ഞ് ലീവ്സ് ഉണ്ട്. അത് നമുക്ക് ലേസി ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലീഫ് നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്ത ലീഫിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അത് കുറച്ച് കൂടുതൽ ദൂരം പോകേണ്ടിയിരിക്കും. അതുകൊണ്ട് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഡിസൈനിലോട്ട് പോകാം. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ? ഈ ബാക്ക് സൈഡ് നമ്മൾ നീറ്റായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വലുതായിട്ടൊന്നും അങ്ങനെ ത്രെഡ് എടുക്കാൻ പാടില്ല. എന്നാൽ അത് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ച് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ലീവ്സൊക്കെ ഒരു ലീഫ് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ അത്രയും ഈ ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ത്രെഡാണ്. ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് സിൽക്ക് ത്രെഡുണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ത്രെഡുകളൊക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു ത്രെഡാണ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചീപ്പ് റേറ്റിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് സ്റ്റിച്ചിങ്ങിനോട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കണം. അങ്ങനെ ഞാൻ ഈ ലീവ്സൊക്കെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററുകളിൽ ഒരു നോട്ടിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഓറഞ്ച് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതും 3 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് 3 പ്രാവശ്യം നമ്മൾ കറക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ അകത്തോട്ട് പോയി ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഒരു നോട്ട് കിട്ടും. ഇത് ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അത്രയും നോട്ട്സൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പല വെറൈറ്റി സ്റ്റിച്ചസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെടുത്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ നമുക്കിതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ട് കീ ചെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇയർ റിങ്സ് വരെ ഇപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇയർ റിങ്സിനും കീ ചെയിനിനൊക്കെ സെപ്പറേറ്റ് ഇതുപോലത്തെ ഹൂപ്പുണ്ട്. ഇതുപോലത്തെ ഫ്രെയിം നല്ല കുഞ്ഞു ഫ്രെയിമുണ്ട്. അത് നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങളത് അതുപോലെ വാങ്ങിയതിന് ശേഷം അവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഇയർ റിങ്സായിട്ട് യൂസ് ചെയ്യാം, കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ കുഞ്ഞു ഡിസൈൻ വരച്ച സ്റ്റിക്കേഴ്സെല്ലാം നമുക്ക് ആമസോണിൽ തന്നെ ലഭിക്കും. അതൊക്കെ വാങ്ങി നമുക്ക് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമുക്ക് അടിപൊളി ഫ്ലവർ റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ 10 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ നമുക്ക് ലൈനായിട്ട് ഈ ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഫ്രെയിമിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് ഇങ്ങനെ ചുരുങ്ങ ഒന്നും ചെയ്യാതെ നീറ്റായിട്ടൊരു നല്ല വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ ബോർഡർ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്കിതിൽ ബോഡി പാർട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അതിലുള്ള ആ കുഞ്ഞ് ഫ്ലോർ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ കുഞ്ഞ് ഫ്ലോർ മാത്രം എടുത്തിട്ട് നമുക്ക് ബോഡി പാർട്സിൽ കുറേ അവിടെ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഈ ഷോൾഡർ വരുന്ന ഭാഗത്ത് ഞാനിങ്ങനെ ചേർത്ത് 3 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഫ്ലോർ കുറച്ച് ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇങ്ങ് താഴെ നമുക്ക് മുന്താണിയിൽ ഇങ്ങ് അറ്റത്ത് കണ്ടോ, ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വശവും ഇതറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.